ഹദറിലുള്ള ആളെ പറ്റിയും മുസാഫിറിനെ പറ്റിയും ഇവിടെ വിധി പറഞ്ഞു. നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്ത് സമ്പാദിച്ച് ഹജ്ജിന് പോകാൻ പ്രാപ്തി ഉണ്ടാകും, എന്നാലും പോകണമെന്നില്ല, വുജൂബില്ല. അവൻ്റെ കയ്യിൽ പണം കുന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പോകാമെന്ന് മാത്രം. ജോലിയിൽ പ്രവേശിക്കലോ അത് മുഖേന സമ്പാദിച്ച് പണം കെട്ടിവെക്കലോ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്ത് വെക്കലോ വുജൂബുണ്ടാവും. അതേ സമയത്ത് മുസാഫിറിനെ പറ്റി എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ ഹജ്ജ് തീർന്നിട്ട് മടങ്ങിയെത്തുന്നത് വരെയുള്ള എല്ലാ പണവും ജോലിയിൽ കൂടി ഒന്നാം ദിവസം തന്നെ സമ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമല്ലേ? യാത്ര ചെറുതാണെങ്കിൽ എങ്കിൽ അവനെ കാണാൻ ഔല കൊണ്ട് നിർബന്ധാകണ്ടേ? ആർക്ക്? നാട്ടിലുള്ളയാൾക്ക്. എന്നാ ചോദ്യം, ഫൈൻ ഖുൽത ലം യത്തളി അൽ ഫർഖു. നാട്ടിലുള്ളവനെ പറ്റിയും മുസാഫിറിനെ പറ്റിയും പറഞ്ഞതായ ഫർക്ക് വ്യക്തമാകുന്നില്ല. ലം യത്തളി അൽ ഫർഖു, എന്തിൻ്റെ ഇടയിലും ബൈന ഇൽസാമിഹി അൽ കസ്ബ, മുസാഫിറിനെ നിർബന്ധിക്കുന്നതിൻ്റെ ഇടയിൽ ജോലിക്ക്, ഫി അവലി സഫരി, സഫറിൻ്റെ ആദ്യത്തിൽ, ഒരു മുസാഫിറിന് സഫറിൻ്റെ ആദ്യത്തിൽ ഹജ്ജിന് ആവശ്യമായ പണം കിട്ടുമെങ്കിൽ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അവൻ യാത്രക്ക് മുതിരണം, അവനെ ഇൽസാമാക്കി. അതിൻ്റെ ഇടയിലും ലാഫിൽ ഹദരി, നാട്ടിൽ താമസിക്കുന്നവനോട് നിർബന്ധമാക്കാതിരുന്നതിൻ്റെ ഇടയിൽ, നാട്ടിൽ താമസിക്കുന്നവനോട് നിർബന്ധാക്കാം. ഹജ്ജ് സീസൺ വരുന്നതിന് മുമ്പ് എത്രയോ കാലഘട്ടം നല്ല 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 ബിസിനസ്സുകൾ, ഫാക്ടറികൾ, കച്ചവടങ്ങൾ, ജോലികൾ എല്ലാം അവൻ കിട്ടും, എടുക്കാൻ സാധിക്കുകയും ചെയ്യും. എങ്കിൽ അതിലെല്ലാം പ്രവേശിച്ചുകൊണ്ട് ഹജ്ജിന് പണം എടുത്തു വെക്കൽ ഉജുവാക്കിയോ? അപ്പോൾ ആ ഫർക്ക് മനസ്സിലാകുന്നില്ല. ബൽ വാളിയല്ല എന്ന് മാത്രമല്ല, ഖദിയു തഖയ്യലു, തോന്നപ്പെടുന്നത് അന്ന ഇൽസാമഹു അൽ കസ്ബ ഫിൽ ഹദരി ഔലാ, മുസാഫിറിനോട് കൽപ്പിക്കുന്നതിനേക്കാണ് വളരെ ഔലവിയത്ത് കൊണ്ട് ബന്ധപ്പെട്ടതാരോട് കൽപ്പിക്കലാണ്? ഹദറിലുള്ളയാളോട്. എന്ത് കാരണം വെച്ചിട്ട്? യന്നഹു ലാ യജ്തമി അലൈഹി ബിഹി മശഖത അസ്സഫരി വൽ കസ്ബി, നാട്ടിലുള്ളവനോട് അധ്വാനിച്ചുകൊണ്ട് പണം കെട്ടിവെക്കണം ഹജ്ജിന് വേണ്ടി, എന്നിട്ട് സമയമാകുമ്പോൾ ഹജ്ജിന് പോകണം എന്ന് വുജൂബാക്കിയാൽ വരുന്നില്ല. എന്ത്? സഫറിൻ്റെ പ്രയാസവും കസ്ബിൻ്റെ പ്രയാസവും വരുന്നുണ്ടോ? ആരോട് കൽപ്പിച്ചാലാണ് വരുന്നത്? മുസാഫിറിനോട് കൽപ്പിച്ചാൽ. ചില്ലിക്കാശ് പോലും ഇല്ലാത്ത മുസാഫിറിനോട് പറയുന്നത് പുറപ്പെട്ടോളി, നിന്റെ മേലെ ഹജ്ജ് വാജിബായി, നിന്റെ ഈ ഒന്നാം ദിവസത്തിലുള്ള ജോലി കൊണ്ട് തന്നെ നിനക്ക് എന്താകും? ഹജ്ജിനുള്ള എല്ലാ ചെലവുകളും കിട്ടിക്കോളും എന്ന് പറയുന്നതിൽ സഫറിൻ്റെ പ്രയാസവും ജോലിയുടെ പ്രയാസവും ഒരുമിച്ച് കൂടിയില്ലേ? അപ്പോൾ അവനോടല്ലല്ലോ കൽപ്പിക്കേണ്ടത് കണക്കനുസരിച്ച്. പിന്നെ അതേ സമയത്ത് ഫിഖിഹിൽ മസല കെട്ടിവെച്ചത് എന്താ? സഫറിലുള്ള ആളോട് നിർബന്ധം ആക്കി. അതേ സമയത്ത് ബലിൽ ഫർഖു ളാഹിറുൻ, ഫർക്ക് വളരെ 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 വ്യക്തം തന്നെയാണ്. ഹദറിനോടല്ല കൽപ്പിക്കേണ്ടത്. ഓൻ ഹജ്ജിൻ്റെ മേഖലയിലല്ല ഹജ്ജിനെ അപ്ലൈ ചെയ്ത ആളുമല്ല, ഹജ്ജിനെ പറ്റി ചിന്തിച്ചവനുമല്ല. അസ്ബാബ് ഉണ്ടാക്കിയത് അഹ്ലുൽ വുജൂബാകലി, അങ്ങനെ ഒരു കീർത്തനം ഉണ്ടോ?
ഇല്ല. നേരെ മറിച്ച് യാത്രക്ക് ഇറങ്ങി തിരിച്ചവൻ അഹ്ലുൽ ഹജ്ജാണ്. ഇനി ഇവന് കഴിവുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ജോലിയിൽ കൂടി കിട്ടുന്നുണ്ടെങ്കിൽ കഴിവുണ്ടല്ലോ. അപ്പം ഇവനാണ് മുസ്തത്തിയെ. ആരല്ല, അവൻ പണം അങ്ങനെ കെട്ടിവെച്ചാലും പണമുള്ള ആള് എന്നേ പറയാൻ പറ്റും. ഹജ്ജിൻ്റെ ആള് എന്ന് പറയാൻ പറ്റോ? ലിയന്നഹു ഇദാ ഖദറ അലൽ കസ്ബി അവ്വല സഫരിഹി, ജോലി ചെയ്ത് പണം കണ്ടെത്താൻ ഒന്നാം ദിവസം തന്നെ സാധിക്കുമെങ്കിൽ യാത്രക്കാരന് റുദ്ദ മുസ്തത്തിയൻ ലഹു, അവനെ പരിഗണിക്കാമല്ലോ. എന്തായിട്ട്? അജ്ജിനിക്ക് അതിന് മുടക്കമൊന്നുമില്ല. വല കദാലിക, ഇതുപോലെ പരിഗണിക്കാൻ പറ്റൂല. ഇതുപോലെ അല്ല ഖുദ്റതുഹു ഫിൽ ഹദർ, ഹജ്ജ് സീസണിന്റെ എത്രയോ മുമ്പ് തന്നെ ഹദറിൽ വെച്ച് അവന് ഓടാനും ചാടാനും അധ്വാനിക്കാനും പണം വാരാനും സാധിക്കുന്നു. അതുകൊണ്ടൊന്നും മുസ്തത്തിയായിട്ട് എണ്ണാൻ പറ്റോ? ഓനിക്കെന്ത് ഹജ്ജ്? ഓന് എന്ത് ഹജ്ജിന്റെ മേഖലയിലാണ് ഉള്ളത്? അവനെ പറ്റി എന്ത് പറയാൻ പറ്റുന്നില്ല? കാരണം ശുറൂ ഇല്ലല്ലോ, ഒന്നുമില്ലല്ല. അവനെ പറയാൻ പറ്റുന്നത് സഫർ കൊണ്ട് ഇസ്തിത്താഅത്ത് കിട്ടും. ആ ഇസ്തിത്താഅത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഇവനുണ്ടാക്കി എന്നേ ഉള്ളൂ. അതുകൊണ്ട് മുസ്തത്തിയാവോ? തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, അന്ന തഹ്സീല സബബിൽ നുജൂബി ലാ യജിബു, അന്ന തഹ്സീല സബബിൽ നുജൂബി ലാ യജിബു, ഇല്ലാത്ത വുജൂബിനെ എന്തല്ലോ കാരണങ്ങൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കൽ ആവശ്യമാണോ? അങ്ങനത്തെ ഒന്നുമില്ല. അതെല്ലാ മസലയിലും അങ്ങനെ തന്നെ. തന്നെ ജോലി, ഫാക്ടറി, അതുപോലെ കൃഷി പലതും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ, അതെല്ലാം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിസാബെത്തിക്കും പോലും, അങ്ങനെ അവൻ സക്കാത്ത് കൊടുക്കേണ്ട മേസ്തരിയാകും പോലും, അങ്ങനെ അഹ്ലുൽ വുജൂബ് ആയിപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരുങ്ങി നിൽക്കുന്ന മുസാഫിർ മാത്രമാണ് എന്ത്? മുസ്തത്തിയ. ആലല്ല, അല്ല. തമ്മിലുള്ള ഫർക്ക് വളരെ വളരെ ക്ലിയർ തന്നെയല്ലേ. അതുപോലെ ജൂരി ഇമാം കൊണ്ടുവന്ന ഇജ്മാഅ്, അതും വ്യക്തമായി. 14-ാം പേജിൽ ഇമാം ജൂറി കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? അത് വ്യക്തമായി. ഏതും വ്യക്തമായി. എന്ന് മസല പറഞ്ഞത് പിഴവാണെന്നും മനസ്സിലായി. ഒരുത്തന്റെ വാക്ക് പിഴവാണെന്നും മനസ്സിലായി. ആ ഒരുത്തൻ പിടിച്ചു ഈ ഇജ്മാഇൽ നിന്ന്. എന്ന തീരുമാനത്തിൽ നിന്ന് എന്ത് പിടിച്ചു? അന്നഹു ലാ യജിബു ഇക്തിസാബു നഹ്മി സാദി സഫറൻ വലാ ഹദറാ. തീരെ എന്ത് വേണ്ട, സഫറിലും ഹദറിലും ഹജ്ജ് യാത്രക്ക് വേണ്ടുന്ന കോളൊരുമിക്കൽ എന്തില്ല, ആവശ്യമില്ല. കയ്യിലുണ്ടെങ്കിലേ പോകണ്ടു. അത് കുറച്ച് ഓവറായി പോയില്ലേ? തീരെ ഇല്ലാണ്ടായി. മറ്റൊരാൾ പറഞ്ഞത് ഹദറിൽ തന്നെ പണം തയ്യാറാക്കി വെക്കണം എന്ന്, അതും തെറ്റ്. ഈ ഫർക്ക് കിട്ടലോട് കൂടെ ഫർക്കല്ലേ ഹക്ക്. ഇപ്പൊ എന്തായി? ഉംറ ചെയ്യാനുള്ള ഇസ്തിത്താഅത്ത് എത്രയാണ് വേണ്ടത്? ഉംറ വളരെ വളരെ പരിമിതമായ മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. ഇഹ്റാം കെട്ടാനുണ്ട്, തവാഫ് ചെയ്യാനുണ്ട്, സഅയ്യുണ്ട്, മുടി മുറിക്കലുണ്ട്. അത്രയും സമയത്തേക്കുള്ള ഇസ്തിത്താഅത്തേ വേണ്ടു. ഹജ്ജിന് പറഞ്ഞതുപോലെ മുടങ്ങിക്കെട്ടാനോ മെനക്കെടാനോ ഇല്ല. യുഅ്തബറു ഫിൽ ഉംറതി അൽ ഖുദ്റതു
അലാ മുഅ്നതിമായ സൗഹാ ഗാലിബാ, മതിയായ രൂപത്തിൽ ഉംറ ചെയ്യാൻ എന്തൊക്കെ ഖുദ്റത്ത് വേണ്ടതുണ്ടോ ആ ഖുദ്റത്തെ എവിടെ വേണ്ടു? ഉംറക്ക്. ഹജ്ജ് പോലെ അല്ല. പക്ഷെ പുറപ്പെടുന്നാക്ക് ഇടുന്നേ പുറപ്പെടൽ വരും, എല്ലാം കൂട്ടണം. പക്ഷെ മണിക്കൂർ കുറയുമല്ല, 15 ദിവസത്തിന്. ഉംറക്ക് 2.5 മണിക്കൂറല്ലേ, ഇന്ന് കുറെ ചെയ്യാൻ നിന്നിട്ടല്ലേ. വരാനുള്ളത് കണക്ക് പോലെ വരൂ. ഇത്രയും ദിവസം മുടങ്ങലും റൂം എടുക്കലും വരുന്നുണ്ടാ. ഒരു ഉംറ ചെയ്യാനല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ 30 ഉംറ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയല്ല ആയത്. സിംഗിളായ രൂപത്തിൽ ഒരു ഉംറ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അവൻ്റെ മേലെ ഉജൂബായില്ലേ. പക്ഷെ ഇങ്ങനെ പോകുന്നവർക്ക് വലിയ ചിലവ് അങ്ങോട്ടേക്കും വരും, വലിയ ചിലവ് ഇങ്ങോട്ടേക്കും വരും. ഇത്രയും ദിവസത്തിലുള്ള റൂം എടുക്കലോ ഓട്ടം ചുറ്റലോ എന്തെങ്കിലും ഉജൂബാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പം മുസ്തത്തി തന്നെ ആയി. 6 മണിക്കൂർ സമയം ഉദാഹരണം പറഞ്ഞത്. മൂനത്തി സഫരി, സഫറിൻ്റെ മൂനത്തിന് പുറമെ സഫറിൻ്റെത് വേറെ വേണം. പിന്നെ അവിടെ ഇതെല്ലാം കൂടെ ഏലംപാലെല്ലാക്കി ചെയ്ത് പൂർത്തിയായി പിന്നെ വണ്ടിക്ക് കാത്ത് അങ്ങനെയെല്ലാം കൂടെ ഒരു പകലിൻ്റെ പകുതി സമയം എടുക്കും. പകലും വേണ്ട അത്രയും വേണ്ട ഉള്ളിൽ കൊടുക്കുന്നതാ. അത്രയെല്ലാം എന്തിന്? അതെന്തിനാ അത്രയെല്ലാം? ഇവൻ എവിടെ ഉള്ളത് നോക്കിയിട്ടാണ് ഉജു വരുന്നത്. അവിടെ ഉള്ളവരാണെങ്കിൽ 2.5 മണിക്കൂറേ വേണ്ടു. ഇങ്ങനെ പോകുന്നവർക്ക് കുറച്ച് വരും, അങ്ങനെയെല്ലാം വരും. അസാനി വുജൂദുർ റാഹില, രണ്ടാമത്തേതെന്താണ്? വാഹനത്തെ എത്തിക്കല്. മിൽക്കൻ ഔ ഇജാറത്തൻ ഔ ഇആറത്തൻ, വാഹനം വേണം പോലും. കപ്പലാണെങ്കിൽ കപ്പല്, ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ തോണി, പിന്നെ ടാക്സി, ചവിട്ടുന്ന സൈക്കിള്, ഫ്ലൈറ്റ് എല്ലാം വരും. ആ റാഹിലത്ത് ഇവനോട് അനുയോജ്യമായതാകണോ വേണ്ടയോ എന്നതിലാണ് ഇത്തഫഖൽ അയിമ്മത്തു. ലായിക്കായിരിക്കുകയും വേണം എന്ന ഒരു ചർച്ച 15-16 നടക്കുന്നുണ്ട്. ഷെർവാനിയിൽ തുഹഫ കൂട്ടിയിട്ട് 15-16 നിഹായ കണ്ടീഷനായി തെളിയിക്കുന്നു. ലായിക്കായ രൂപത്തിൽ വാഹനം കിട്ടിയാലേ എന്തുകൊണ്ട്. മുഹനിയും അങ്ങനെ പറയും. അലി ചബ്രാമല്ലിസ് കുർദിയും ഷറഹുൽ ബാബും പിന്നെ അതല്ല ഇത്തമ്മി എന്നെ ഷറഹുൽ ബാബിൽ പറഞ്ഞു, അന്തസ് കെട്ട വണ്ടിയാണെങ്കിൽ എന്തിനായി പോകുന്നു? മര്യാദക്ക് നല്ല ലായിക്കായ രൂപത്തിൽ അവൻ്റെ എല്ലാ അഭിമാനത്തോടു കൂടിയും പോകാൻ ചാൻസ് കിട്ടിയെങ്കിലേ പോകേണ്ടതുള്ളൂ. ഫത്തുൽ ജവാദിലും ഇതുണ്ട്. അല്ലാമ ഇബ്നു ഖാസിമും തെളിയിച്ചു, അല്ലാമ അബ്ദുർ റഊഫ്, അല്ലാമ ഇബ്നുൽ ജമാൽ. പക്ഷേ ഖിലാഫൻ ലി തുഹ്ഫ 16-ാം പേജിൽ ലായിക്കാവേണ്ട ആവശ്യമേ ഇല്ല. ഹജ്ജ് എന്നത് ഗുരുതരമാണ്, അതുകൊണ്ട് ലായിക്കല്ലെങ്കിലും പുറപ്പെട്ടു കൊള്ളണം, ഉജൂബാക്കും. സഹിക്കാൻ സാധിച്ചാൽ മതി പോലെ. തുഹ്ഫ 16-ാം പേജിൽ ഗണ്യതായി വാദിക്കുന്നു. ഇതല്ലാത്ത എല്ലാ കിതാബിലും അവർ പറഞ്ഞു നടന്നത് ലായിക്കാണെങ്കിലേ പോണ്ടു. ഇപ്പം പറയുന്നത് റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാമാണ്, വേണ്ടതുപോലെ മാനം കാത്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഹജ്ജ് മുടങ്ങാൻ ഉള്ളതല്ല പോലും. അതുകൊണ്ട് ലായിക്കല്ലെങ്കിലും എന്ത് വേണമെന്ന്. എങ്ങനെയാണ് വാഹനം തയ്യാറാക്കേണ്ടത്? ബിഷിറായി, വലു ബിഷിറായി എന്നാ മുറാദ്. കാരണം സ്വന്തം മുതലുണ്ടെങ്കിൽ പിന്നെ അതന്നെ മതിയല്ലോ. കുറേ വഴികൾ പറഞ്ഞെന്ന് മാത്രം, ഇതല്ലാതെ വഴിയുണ്ടെങ്കിൽ അതും മതി. ഒന്ന് ഷിറാൽ, പിന്നൊന്ന് ഇസ്തിജാർ. ഷിറാഖായാലും ഇസ്തിജാറായാലും ബിഇവദിൽ മിസ്ലി, സാധാരണ റൈറ്റിന് കിട്ടുമെങ്കിൽ മാത്രം. നയാകാശ് അധികം കൊടുത്തുകൊണ്ട് എന്താക്കണ്ട, ഷിറാവും വേണ്ട ഇസ്തിജാറും വേണ്ട, ഉജ്റത്ത് മിസിലിനാവുമെങ്കിൽ മാത്രമേ വേണ്ടൂ. രണ്ടിടത്തേക്കും ബിഇവദിൽ മിസ്ലി. അഞ്ച് സമയമല്ലേ എന്ന് വിചാരിച്ചിട്ട് കർജന്തിയാക്കും, പോകാൻ നിൽക്കണം.
വേണ്ട, ഹജ്ജാടെ നിന്നോട്ടെ. ലാവിയതമിൻഹു, ചില്ലിക്കാശ് പോലും അധികം കൊടുത്തുകൊണ്ട് വാടക എടുക്കലോ അല്ലെങ്കിൽ വാഹനം വാങ്ങലോ വേണ്ട. വൈകല്ല ആ സിയാദത്ത് എത്ര കുറഞ്ഞാലും വേണ്ട എന്നാണ്. ഇതെവിടുന്ന ഈ മസലങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? തയമ്മുമിൻ്റെ ബാബിൽ നിന്ന്. തയമ്മും കിതാബ് തയമ്മുമിൽ പറയുന്നു, വെള്ളം കിട്ടുമെങ്കിൽ വിലക്ക് കിട്ടുമെങ്കിൽ വിലക്ക് വാങ്ങി തന്നെ വേണമെന്ന്. അപ്പോൾ ഒരാൾ വെള്ളത്തിന് വില കൂട്ടി പോലും 338 ഇതാ ഒന്നേ 338 വാങ്ങിയേ വേണ്ട പോലും. തയമ്മം ചെയ്തോളി, അതിൽ നിന്നാ പിടിച്ചത് എന്ന് മാത്രമല്ല, അങ്ങനെ പിടിക്കണമെന്നില്ല. കറൻസി പോലെ പറഞ്ഞിട്ടുണ്ട്. വസറബിഹി, അധികം കൊടുത്തുകൊണ്ട് ഹജ്ജിന് പോകേ വേണ്ട, ചിറാഗ് വേണ്ട, ഇജാറത്തും വേണ്ട, മിതമായ റേറ്റിന് ആവുമെങ്കിലാക്കിയാൽ മതി. ഈ ബാവിൽ അല്ലാമ ഇബ്നു റിഫയും അല്ലാമ റുയാനിയും തിളങ്ങി പറഞ്ഞില്ലേ, രണ്ടാളും പറഞ്ഞില്ലേ. ആ കിഫായത്തുൻ നബീഹ് എന്ന കിതാബിൽ ഇബ്നു റിഫത്ത് കിഫായ, ബഹ്റുൽ മദ്ഹബ് റുയാനി, സിയാദത്ത് കൊടുത്തുകൊണ്ട് പുറപ്പെടാൻ ഇസ്ലാം ശാസിക്കൂല. അന്നേരം ഇവിടെ ഒരു പ്രതിപക്ഷം ബാധിക്കുന്നുണ്ട്. വെള്ളം പോലെയല്ല ഒരു ഇത് ഹജ്ജ്, വെള്ളത്തിന് പകരം മണ്ണുണ്ട്. അപ്പം ബദൽ സംവിധാനമുള്ളത് കൊണ്ടാണ് അധികം കൊടുത്ത് വാങ്ങണ്ട എന്ന് പറഞ്ഞത്. ഹജ്ജിന് എന്തില്ല, ബദലില്ല. അതുകൊണ്ട് എത്ര കൊടുത്തുകൊണ്ടെങ്കിലും അവതുണ്ടെങ്കിൽ എന്ത് വേണം, പോകണം എന്ന ഒരു തിരിപ്പം വാദം. വഖൗലുൽ ഹജ്ജി ലാ ബദല ലഹു, ഹജ്ജിന് പകരമില്ല. ബിഖിലാഫി തയമ്മുമി എന്ന് പറഞ്ഞാൽ ബിഖിലാഫിൽ വുളൂഇ എന്നർത്ഥം. വുളൂ മാറ്റിയിട്ട് തയമ്മത്തിലേക്ക് മാറുന്നിടത്ത് ബദലുണ്ട്. ഹജ്ജ് മാറ്റിയിട്ട് വേറെ എന്ത് ചെയ്യാനാണ്? കരിഞ്ചന്തക്ക് ഹജ്ജിന് പോകൂല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താക്കല്? പിന്നെ ജുമാ നമസ്കരിച്ചിട്ട് ഹജ്ജാക്കല എന്ന ചോദ്യം യുആലിദുഹു, അതിനോട് വെല്ലുവിളിക്കുന്നു. അന്നൽ ഹജ്ജാല തറാഹി, ഹജ്ജ് ഇനി ഇപ്പം തന്നെ വേണ്ടതാ, ഈ കൊല്ലം ഹജ്ജ് ചെയ്യണം, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാ? ഹജ്ജിന്റെ പൊതു സ്വഭാവം എന്താ? ചുരുക്കം ചില സന്ദർഭങ്ങളിൽ തദ്യീക്ക് വരും. പൊതുവെ ഹജ്ജിന്റെ റിസൾട്ട് എങ്ങനെയാണ്? പിന്നെ കഴിഞ്ഞാൽ അധികം കൊടുത്തിട്ട് ഓടുന്നു, പോണ്ട. ഫകമാ അന്നഹു ഗൈറു മുദ്തറിൻ ലിബദലി സിയാദത്തി സമ ലിൽബദലിയത്തി, ബദൽ സംവിധാനമുള്ളത് കൊണ്ടല്ലേ വെള്ളത്തിൻ്റെ അടുത്ത് അധികം കൊടുത്തുകൊണ്ട് വെള്ളം സ്വീകരിച്ചില്ല, തയമ്മത്തിലേക്ക് നീങ്ങിയത്. എങ്കിൽ ഫഖദാഹുനാലിത്തറാഹി, ഇവിടെയും അധികം കൊടുത്തുകൊണ്ട് ഈ കൊല്ലം പോകണ്ട. എപ്പോഴാണോ വില ഇടിവ് വരുന്നത് അന്നേരം പോയാൽ മതി എന്ന് തീരുമാനിക്കാമല്ലോ. അപ്പം അധികം കൊടുക്കലില്ല. അല്ലെങ്കിൽ വഖഫിൻ, അടുത്ത ഷിറായിൻ്റെ മേലെ വാഹനം വഖഫാക്കുക, അലൈഹി, അവൻ്റെ മേൽ. വഖഫ്തു, ഈ വണ്ടിയെ ഞാൻ വഖഫാക്കി സെയ്ദിന്. അങ്ങനെയും വഖഫുണ്ട്, ജനറൽ വഖഫ്. അപ്പോൾ ആ വഖഫ് എടുത്തിട്ട് ഹജ്ജിന് പോയാൽ പോലെ, ഹജ്ജിന് ഉപകരിക്കുന്നെങ്കിൽ അല്ലേ? പല മാർഗങ്ങളുണ്ട്. വഖഫുണ്ട്, വസിയ്യത്തുണ്ട്, അതുപോലെ ഭരണകൂടം തരത്തുണ്ട്, സക്കാത്തിൽ നിന്ന് എർന്ന് വാങ്ങലുണ്ട്. ഞാനും പാവപ്പെട്ട ആളാണ്, എല്ലാവരും സക്കാത്ത് കൊടുക്കുമ്പോൾ എന്നെ കണക്കിലെടുത്താൽ മതി. ഹജ്ജിന് പോകാൻ വേണ്ടി പ്രത്യേക ദാനധർമ്മം അല്ല പറഞ്ഞത്, സക്കാത്തിൻ്റെ ലിസ്റ്റിൽ ഇവനെ കയറ്റൽ. വഖഫ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്വീകരിക്കൽ വുജൂബൊന്നല്ല എന്ന്, സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ബ്രാക്കറ്റ് ശരിയാക്കിനല്ല. വഖൗനുൽ ഹജ്ജി ലാ ബദല ലഹു, ഇബ്നു ഖാസിം 6-7 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കണം. വഖൗനുൽ ഹജ്ജി ലാ ബദല ലഹു. പിന്നെ അവിടെ ഒന്ന്
നടുക്കെന്ന് മാറ്റാനുണ്ട്. ഖാല അഷ് ഖൗലുഹു മുഹമ്മദ് റംലി. ഇൻ അതിന് മുമ്പ് എന്താ ഉണ്ടായി? ഔ ഖൗലഹു എന്നല്ല, ഇൻ ഖബിലഹു. വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് സ്വീകരിച്ചെങ്കിൽ മാത്രം. വഖഫ് സ്വീകരിപ്പിക്കൽ നമുക്ക് നിർബന്ധമില്ല. ഒരാളുടെ മേലെ വഖഫാക്കിയാൽ അവൻ സ്വീകരിക്കണം, എന്നാലേ വഖഫ് പ്രാബല്യത്തിലാകരുത്. പിന്നെ സാനിയായ കൗലുണ്ട്, അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ വഖഫായി എന്ന്. ഇനി പൊതുവേ ഒരു ചോദ്യമോ, അവനിക്ക് കബൂൽ ചെയ്യൽ നിർബന്ധമുണ്ടോ? ആരെങ്കിലും വഖഫാക്കിയാൽ, ആരെങ്കിലും അവൻ്റെ പേരിൽ കണ്ടുവച്ച് വഖഫാക്കി, എന്നാൽ അത് സ്വീകരിച്ചെങ്കിൽ ഹജ്ജിന് പോകാമായിരുന്നു എന്ന് കണ്ടിട്ട് അവൻ സ്വീകരിക്കൽ വുജൂബുണ്ടാ? ഇല്ല. അവനിക്ക് നാണക്കേടല്ല അതല്ലോ. ആരാൻ്റെ എച്ചിൽ കിട്ടിയിട്ട് പോകുന്നു. അതുപോലെ തന്നെയല്ലേ വസിയത്ത് ചെയ്തതിന് പോലും. ഒരാൾ മരിക്കുമ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചത് പോലും, എൻ്റെ പണാത അവിടുന്ന് വായിക്കോ. ഇവൻ തള്ളിയാ തള്ളലായി. സ്വീകരിച്ചെങ്കിൽ അവന് ഹജ്ജിന് തികയുമെങ്കിൽ ഹജ്ജിന് പോകാൻ തന്നെ വേണം. അവനെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ വേണ്ടോ? ഇല്ല. വേണമെങ്കിൽ മാത്രമാക്കിക്കോന്ന് പറയും. സ്വീകരിച്ചെങ്കിൽ ഉത്തരവാദിയായി. എടെ മിന്നത്ത് എടെ ഇപ്പൊ പറഞ്ഞ സ്വതക്ക സ്വീകരിക്കുന്നിടത്ത് മിന്നത്ത് പരിഗണിക്കുന്നില്ലേ? ആ നേരത്തെ ലായിക്കല്ലാത്ത വണ്ടിയിൽ അല്ല, അത് മിന്നത്തല്ലല്ല, കുറച്ച് ഞെരുങ്ങലല്ലേ, ഉത്സാഹിക്കലല്ലേ, മിന്നത്തല്ല, ഉത്സാഹം. എന്നാൽ ഈ സക്കാത്തിന് ചോദിച്ച് നടക്കുകയും വേണ്ട പോലും. ഇക്കൊല്ലം ഞാൻ എങ്ങനെയെങ്കിലും സക്കാത്ത് വാങ്ങിയെന്നെങ്കിൽ ഹജ്ജിന് കയറി പറ്റാൻ നോക്കുന്നു. അങ്ങനെ നാണം കെട്ടിട്ട് വാങ്ങിയെങ്കിൽ പോകാൻ തന്നെ വേണം, മുസ്തത്തിയായി. അതേസമയത്ത് ഗവൺമെൻറ് ചിലർ ആദരിച്ചിട്ട് അയക്കലുണ്ട് പോലും. പാർലമെൻറ്റ് വക, മന്ത്രിസഭ വക അങ്ങനെ പോസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഇക്രാമാക്കിയ ഒരു തുഹഫയാന്ന് പോലും. അതിനെന്നെ കിട്ടൂല, ഞാൻ എൻ്റെ സ്വന്തത്തിനേ പോവുള്ളൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ ആവതുണ്ടായിട്ട് പോകാതിരുന്ന ആളായി മാറും. അങ്ങനെയെല്ലാം പറയാനുണ്ട്. എന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഇവൻ്റെ ലിസ്റ്റ് വായിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉണർത്തലും നിർബന്ധം എന്നാണ്. എൻ്റെ കാര്യമൊന്നും ആയിട്ടില്ലേ, ഞാനും IAS പാസ്സായ ആളല്ലേ, അല്ലെങ്കിൽ പാർലമെൻറ്റ് അങ്ങയല്ലേ, എനിക്ക് സീനിയോറിറ്റി ഇല്ലേ എന്ന് തമ്പിയാക്കി വാങ്ങണം പോലും ഹജ്ജിന് സാധിപ്പിച്ച് കിട്ടാൻ. കണ്ടാ, എരുന്നുകൊണ്ട് പോക്കൊന്നും ഇവിടെ കീർത്തനില്ല പോലും. ഔ ഈസായില്ലഹു, അല്ലെങ്കിൽ ഓനിക്ക് സ്പെഷ്യലായിട്ട് വസിയത്ത് ചെയ്തു വെച്ചത്. ബിമൻഫഅതിഹ, വണ്ടിയുടെ മൻഫഅത്ത് കൊണ്ട്. മുദ്ദത്തൻ യുംകിനു ഫീഹൽ ഹജ്ജു ബിമൻഫഅതിഹ മുദ്ദത്തൻ യുംകിനു ഫീഹൽ ഹജ്ജു എന്ന് പറഞ്ഞ് വഖഫിലേക്കും ബാധിക്കും, ഈസായിലേക്കും ബാധിക്കും. വഖഫാക്കി വെച്ചത് പേര് വണ്ടിയുടെ മൻഫഅത്ത്. വണ്ടി തന്നെ കൊടുക്കണമെന്നില്ല, വണ്ടിയുടെ മൻഫഅത്ത് എത്ര നാളത്തേക്ക്. അതുപോലെ തന്നെ ലീസാവും. ആ പരിധി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലും ആയി, കാലാകാലം കൊടുത്തിട്ടില്ലെങ്കിലും എന്തായി ആയി. അലാഹാദിഹിൽ ജിഹ, അത് അലൈഹിന്റെ മാറ്റം. അലൈഹി ലഹു എന്നല്ലേ പറഞ്ഞത്? ലഹുവിൻ്റെ മാറ്റം, അലൈഹിൻ്റെ മാറ്റം. ഇവനിക്ക് സ്പെഷ്യലായിട്ട് വഖഫാക്കി വെച്ചു, ഇവനിക്ക് സ്പെഷ്യലായിട്ട് വസിയത്താക്കി വെച്ചു. അത് തന്നെ വേണമെന്നില്ല. എന്താ, മക്ക എന്ന നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പാസ്സാക്കി വെച്ചിരുന്നു വണ്ടി. നോക്കുമ്പോഴേക്ക് ഇവനും ആരെന്നെ മക്കയിലേക്ക് പോകാൻ ആശിച്ച ആളെന്ന് എന്നാ കണക്കായി. അതാ ജിഹത്ത് എന്ന് പറഞ്ഞത്. ജിഹത്ത് എന്ന് പറഞ്ഞാൽ ജിഹത്ത് മക്ക. മക്കയിലേക്ക് ആരാണോ പോകാനായിരിക്കും അങ്ങനത്തെയാൾക്ക് ഞാൻ വഖഫാക്കി, അങ്ങനത്തെയാൾക്ക് ഞാൻ വസിയത്താക്കി. വേണ്ടി വരൂലേ? ഔ ഇമാമി ഇയാഹ, അല്ലെങ്കിൽ വണ്ടി സമ്മാനിച്ചു ഇമാമ്, ഭരണാധിപൻ, അല്ലെങ്കിൽ ടിക്കറ്റ് ഫ്രീ ആക്കി കൊടുത്തു ഈ പോകാൻ ഉദ്ദേശിക്കുന്നയാൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന്. എന്നാൽ ലാ മിൻ മാലിഹി, പേഴ്സണലായിട്ട് സഹായിച്ചാലോ, എൻ്റെ വക ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം, എൻ്റെ വക ഞാൻ വണ്ടി തയ്യാറാക്കി തരാം, പോകുന്ന ആളോടൊപ്പം ചേർത്ത് തരാം,
പോകൽ വുജൂബുണ്ടാ? ഇല്ല. ഏത് വുജൂബില്ലാത്തതുപോലെ കമാലു വഹബഹ ലഹു ഗൈറുഹു, കമാലു വഹബഹ ലഹു ഗൈറുഹു, വേറൊരാൾ ആചാരമായിട്ട് കൊടുത്ത് വണ്ടി അല്ലെങ്കിൽ ടിക്കറ്റ് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ചെലവ്, എന്നാ കബൂൽ ചെയ്യൽ വുജൂബുണ്ടാ? ഹജ്ജ് വാജിബായ ആളാവോ? ഇല്ല. എന്തുകൊണ്ട്? അത് ലിൽ മിന്നത്തീൻ, അത് ലാമിൻ മാലിഹി മുതൽക്കുള്ള ഇനില്ലത്താണ്, വിധേയത്വം വരുന്നത് കൊണ്ടാണ്. ലാമിൻ മാലിഹി മുതൽക്ക് പറഞ്ഞതിൻ്റെ നിയമ പറഞ്ഞത് ലിൽ മിന്നത്തി. വദാലിക, വണ്ടി ഉണ്ടെങ്കിലേ പോകണ്ടൂ, വണ്ടിയില്ലെങ്കിൽ പോകേ വേണ്ട, വണ്ടി ഉണ്ടെങ്കിലേ പോകണ്ടൂ എന്ന് പറയാൻ കാരണം ലിൽ ഖബരി സാബിഖി 13-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവൻ്റെയും മക്കാ ഷരീഫിൻ്റെയും ഇടയിൽ 2 മർഹല പൂർത്തിയാവുമെങ്കിൽ നടക്കാനാവുന്നുണ്ടെങ്കിൽ പോലും വണ്ടി ഉണ്ടെങ്കിലേ പോകേണ്ടതുള്ളൂ. 13-ാം പേജിൽ ഹദീസ് സഹിതം തെളിയിച്ചിട്ടുണ്ടല്ലോ. ആർക്കാണ് വണ്ടി ഷർത്ത്? ലിമൻ, അവൻ്റെയും മക്കയുടെയും ഇടയിൽ 2 മർഹല ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണോ അവൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മുതൽക്ക് മക്ക ഷരീഫിൻ്റെ ഇടയിൽ. അറഫ നോക്കുന്നില്ല, നമീറ നോക്കുന്നില്ല, ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, ജംറ നോക്കിയിട്ടില്ല. അളവെടുക്കേണ്ടത് അവൻ്റെ കാല് മുതൽ അളവെടുക്ക്. അവൻ്റെയും മക്ക ഷരീഫ് എന്ന നാട്ടിൻ്റെയും ഇടയിൽ 2 മർഹല ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടെങ്കിലേ പോകണ്ടു. ആ 13-ൽ അതെ അതാണ് വൈനത്തോക്കൽ മസിയ എന്നാണ്. എന്തിന് സാധിക്കുമെങ്കിലും ശരി, വിലാമശക്കത്തിൽ ഒരു മശക്കത്തും ഇല്ലാണ്ട് നടക്കാൻ സാധിക്കും പോലും, ഒരു കഥപ്പും ഇല്ല പോലും, എന്നാലും വേണ്ട വേണ്ട. എന്നഹാ മശക്കത്ത് എന്നത് മിൻശൈനിഹി, യാ സഫറിൻ്റെ ശൈനിയിൽപ്പെട്ടതാണ്. ഹീനയിദിൻ 2 മർഹല പൂർത്തിയാകുമ്പോൾ, യാത്ര വലുതാകുമ്പോൾ മശക്കത്ത് തന്നെത്താൻ വന്നുകൊള്ളും. മശക്കത്തില്ല എന്ന് പറഞ്ഞാലും ആവില്ല, അതുകൊണ്ടല്ലേ ഖസ്റും ജമ്മും ജായിസാക്കിയത്. മശക്കത്ത് വരാൻ സാധ്യതയുണ്ട്, ഉണ്ട്. എന്ത് തന്നെയായാലും പോകാൻ തീരുമാനിച്ചവൻ കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടെങ്കിലും യാത്ര എത്രയും വലുതായാലും ഹജ്ജ് പൂർത്തിയാക്കിയെടുക്കലാണ് അഫ്ളൽ. തീരുമാനിച്ച സ്ഥിതിക്ക് തേണ്ടിയിട്ടെങ്കിലും ഹജ്ജ് എടുക്കൽ അഫ്ളലുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കണ്ട, വണ്ടി കിട്ടുന്നവരെ. ഹുവ അൽ അഫ്ളലു, മശക്കത്തില്ലാതെ നടക്കാൻ സാധിക്കുമെങ്കിൽ നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യൽ തന്നെയാണ് അഫ്ളൽ. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, ചില ആൾക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് നടക്കാനാവതുള്ളവർക്ക് 2 മർഹല വൈദൂരം ഉണ്ടെങ്കിലും നടന്നിട്ട് ഹജ്ജ് ചെയ്യൽ വുജൂബാണ് എന്ന ഒരു കൗലുണ്ട്. ആ കൗലും കൂടി സൂക്ഷിച്ചുകൊണ്ട് എന്താ നല്ലത്? മഷി തന്നെയാണ്. ആ മഷി നല്ലതാണ് എന്നതിൽ റജുലും തമ്മിൽ മാറ്റമുണ്ടോ? ഇല്ല. നടക്കുന്നത് കണ്ടാൽ വലിയനെ തടയാം. അത്തഖരീബ് എന്ന കിതാബിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്തഖരീബ് പിന്നെ അതിൻ്റെ അപ്പുറം അമ്മൽ ഖാദിർ അലൈഹി ഫി സഫറൽ ഖസ്രി, ചെറിയ യാത്രയിലാവതുണ്ടെങ്കിൽ ഫൈസന്നിലഹുദാലിക്ക പല വിമ്രാത്തൻ, പെണ്ണായാലും എന്താണ് ലം യുഖ്ഷ അലൈഹാ ഫിത്ന മിനൽ മശീ ബിവജി, ഒരു നിലക്കും എന്തില്ല വലവ് ഇമ്രാത്തൻ ലം യുഖ്ഷ അലൈഹാ ഫിത്ന മിനൽ മശീ ബിവജിഹിൻ ഇൻ കാനത്ത് ഫിൽ ഫർളീൻ, ഫർളാണെങ്കിൽ ഒരു ഫിത്നയും വരൂലെങ്കിൽ പെണ്ണായാലും നടന്നുകൊണ്ട് ഹജ്ജ് നേടൽ തന്നെയാണ് സുന്നത്ത്. പക്ഷേ യാചനൻ്റെ മേലെ താക്കം കൊടുത്താലും അടിക്കും, യാചിച്ച് 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 കൊണ്ടുപോകാൻ എന്നാ കറാഹത്തല്ലേ, പോണോ വേണ്ട. പിന്നെ പെണ്ണിൻ്റെ ഉത്തരവാദികൾക്ക് തടയൽ ജായിസാണ്. ഹജ്ജു തത്തവീനെ തൊട്ട് ചെറിയൊരു തുഹമത്തുണ്ടെങ്കിൽ തന്നെ തടയാം.
എല്ലാം നിർത്തിവെക്ക് പോകേ വേണ്ട, പെണ്ണിനെ സ്റ്റേ ആക്കാം. തിരിഞ്ഞില്ലേ? ഫർദാണെങ്കിൽ തുഹമത്ത് കവിയായെങ്കിൽ തടയാൻ പറ്റുള്ളൂ. സുന്നത്താണെങ്കിൽ ആണുങ്ങൾ തുഹമത്ത് വന്നാൽ തന്നെ എന്താക്കാം, തടയാം. അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. പിന്നെ വല്ലൗജഹു അന്നൽ മർദത്തല്ലത്തി ലാ യുഖ്സാ ലിഹാ ഫിത്നത്തുൻ മിൻഹു ബിവജ്ഹിൻ, നടത്തം മുഖേന ഒരു ഫിത്നയും ഭയപ്പെടാനില്ലെങ്കിൽ കർറജലി, എന്ത് വിഷയത്തിൽ, ഫീനത് വിഹി, നടന്നുകൊണ്ട് ഹജ്ജ് പൂർത്തിയാക്കല് എന്ന വിഷയത്തിൽ. അടുത്ത് പറയുന്നുണ്ട് വണ്ടി ഉണ്ടെങ്കിലേ പോകണ്ടു, അത് ഉജൂബിന്. ഇത് സുന്നത്തിനാ പറയും. ഉജൂബിൻ്റെ അടുത്ത് കൈത് കൂടും. വഹിയ വഹിയ റാഹിലത്ത് എന്ന് പറഞ്ഞാൽ അന്നാഖത്ത് പദാർത്ഥം എന്താണ്? ഒട്ടകം. അല്ലത്തി തസുലു ലിയൻ തുർഹല, യാത്ര ചെയ്യപ്പെടാൻ ഉതകുന്ന ഒട്ടകം, അതാണ് റാഹിലത്ത്. വറാദു, പണ്ഡിതന്മാർ മുറാദാക്കി ബിഹ, ബിഹ റാഹിലത്ത് കൊണ്ട്. ഹഖീഖത്തിന് നാക്കത്താണ്, പക്ഷെ നാക്കത്ത് റാഹിലത്ത് എന്ന് ഹദീസിൽ പറഞ്ഞത് കൊണ്ട് ജനറലാണ് ഉദ്ദേശം. വറാദു ബിഹ, റാഹിലത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കുല്ലമായ സുലുഹു ലിർറുകൂബി അലൈഹി ബിന്നിസ്ബത്തി ലിതരീഖിഹി അല്ലദീ യസ്ലുകുഹു, അവൻ ഏത് റൂട്ടാണോ സ്വീകരിച്ചത് ആ റൂട്ടിന് മതിയായ വാഹനം. വെള്ളത്തിലൂടെയാണെങ്കിൽ കപ്പൽ, ആകാശത്തിൽ കൂടിയാണെങ്കിൽ വിമാനം, കര മോഡലാണെങ്കിൽ ബസ്, കാറ്. ഏത് മേഖലയിൽ കൂടിയാണോ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹജ്ജിൻ്റെ സഫർ, അതിന് മതിയായ വാഹനം. വലൂനഹവ ബഹലീൻ, തട്ടുകുതിരയായാലും ശരി, കോവർ കഴുത, ശരിയായ കഴുതയല്ല, ശരിയായ കുതിരയുമല്ല, മീഡിയം സൈസ് ബഹലി, അത് കിട്ടിയാൽ പോണ്ടേ. വൈലം യലിക് വഹിമാലി, കഴുത. വൈലം യലിക് വിഹീർകൂബു, അതാണ് നേരത്തെ പറഞ്ഞത്. ഈ കിട്ടിയ വാഹനം തീരെ യോജിപ്പില്ല, എന്നാലും ശരി പോകൽ നുജൂബാണ് അല്ലേ. ബഖരീൻ, പശുവിൻ്റെ പുറത്തായാലും ശരി, പശുവിൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് ഹജ്ജ് ചെയ്യൽ. അതിന് പശുവിൻ്റെ മീതെ കയറാൻ പറ്റുമോ? അത് ഒഴിയാനല്ലേ പറ്റുള്ളൂ, അതുപോലെ പാലെടുക്കാനല്ലേ പറ്റുള്ളൂ. ബിനാഗൻ അലാമാ സറഹൂബിഹി, പണ്ഡിതന്മാർ തിളങ്ങി പറഞ്ഞല്ലോ, എന്ത് പശുവിൻ്റെ പുറത്ത് യാത്ര ചെയ്യൽ എന്താണ്? 9399 അതാ 9399 നസാക്കി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫിഖിന്റെ ഓരോ ഫീൽഡിലും പറയുന്നുണ്ട് എന്നാണ്. വാഹനങ്ങളിൽപ്പെട്ടതാണ് പശു. പശുവിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നതിന് എന്താ മുടക്കം? ജവാദു റുക്കൂബിൽ ബഖരി 9399. ബഖറിന്റെ പുറത്ത് എന്താക്കാം, പക്ഷെ നിങ്ങൾ കയറലോടുകൂടെ അമർന്നു പോകാൻ പാടില്ല. നല്ല ശക്തിയുള്ളതായ പശു ആകണം, പോത്താകണം, കാളയാവണം, എരുമയാവണം എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ? ബഖറത്തിനെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടല്ല എന്ന് പറയപ്പെട്ടതോ? അങ്ങനെ ഉണ്ടല്ലോ. കമാഫിൽ ഖബരി, ഹദീസിൽ കാണുന്നുണ്ടല്ലോ. പശുവ് തന്നെ തിരിഞ്ഞ് ചോദിച്ചത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ബൈനമാ റജുലുൻ റാകിബുൻ അലാ ബഖറ, ഒരു മനുഷ്യൻ പശുവിൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൽതഫത്ത് ഇലൈഹി, ബഖർ അവനിലേക്ക് തിരിഞ്ഞു നോക്കി. ആ മുസാഫിറിനെ വിളിച്ച് ചോദിച്ചു, ലം ഉഖ്ലഖ് ലി ഹാദാ, എന്നെപ്പോലുള്ളവർ യാത്ര ചെയ്യാൻ വേണ്ടി വെക്കപ്പെട്ടതല്ല ഞാൻ, എന്നെ സൃഷ്ടിക്കപ്പെട്ടത് യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പശുവ് സംസാരിച്ചു. ഖുലിഖ്തു ലിൽ ഹിറാസ, എന്നെ പടക്കപ്പെട്ടത് എന്തിനാണ്? കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്,
ബഖറത്തുൻ തകല്ലമത്, പശു സംസാരിച്ചോ? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ദുൽഹിജ്ജ 9 ആ ഒഴിവ് സമയത്ത് പശുവിനെ തെളിച്ച് ഒഴിയാനും കൃഷി നടത്താനും ഒരുങ്ങിയില്ലേ? പശുവ് തിരിഞ്ഞ് ചോദിച്ചില്ലേ, അബ്ദുൽ ഖാദിർ എന്തിനാ ഇതിനെല്ലാം നിൽക്കുന്നു? ഉന്നതമായ ഫീൽഡ് നിങ്ങൾക്കില്ലേ? ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ പോയിക്കൂടെ? വീട്ടിലാരോടെങ്കിലും പറഞ്ഞാൽ ചേർത്ത് തരൂലേ? ഏറും ആറാഫ നാൾ പശുവേ പായിച്ചാരെ, ഇതിനോ പാടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻമാല 98 പറഞ്ഞില്ലേ ഇതേ അനുഭവം? അത് അന്നഹു ലൈസൽ മഖ്സൂദ മിൻ മനാഫിഹാ, യാത്ര ചെയ്യുക എന്നത് മൈനല്ല. പശുവിൻ്റെ ഉപയോഗം കൊണ്ട് വേറെയും എന്തെല്ലോ ഉദ്ദേശങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ഉപയോഗം ഏതല്ല എന്നാണ് പറഞ്ഞത്. ഇനി വഅ്തബറുൽ മസാഫത ഹുനാ മിൻ മക്ക, അളവ് മക്കയിൽ നിന്ന് തുടങ്ങി. ഇവൻ്റെയും മക്കൻ്റെയും ഇടയിൽ 2 മറ ഉണ്ടെങ്കിൽ തന്നെ വാഹനം വേണം. ഇവൻ്റെയും ഹറമിൻ്റെയും ഇടയിൽ 2 മറയിലുണ്ടെങ്കിൽ വാഹനം വേണം എന്നല്ല പറഞ്ഞത്. പിന്നെ അതെന്തിനി? വഫീ ഹാദിരിൽ ഹറമി, നാട്ടുകാർക്ക് പിഴ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ മുത്തമത്തീൻ്റെ അടുത്ത്? കാലിനാവുകയോ മുത്തമത്തിയാവുകയോ ചെയ്താൽ നാട്ടുകാർക്ക് എന്ത് വേണ്ട? ആ നാട്ടുകാരെ പരിഗണിക്കുന്നതിൽ 150-ലും 151-ലും പേജിലുണ്ട് നാട്ടുകാർക്ക് ടാക്സ് വേണ്ട. മുത്തമത്തിയായിട്ട് ഏറാൻ കെട്ടിയാൽ. കാരണം നാട്ടുകാർക്ക് ഇവിടെ ഒന്നും അത്ഭുതം കാണാനില്ല. ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ വിശ്രമിച്ചാലാന്ന് അപകടം കാണാനുള്ളൂ. ദൂരത്ത് നടന്നോ വന്നിട്ട് ഇവിടുന്ന് ഉംറ ചെയ്തിട്ട് വിശ്രമിച്ച് മുത്തമത്തിയായില്ലേ? ഫീസ് അടക്കണ്ടേ? ദൂരെ നിന്ന് വന്നിട്ട് ഹജ്ജും ഉംറയും ഒരു പ്രവൃത്തി കൊണ്ട് മതിയാക്കി, അയാൾ ലാഭം പിടിക്കലായില്ലേ? നാട്ടിൻ്റെ പുറത്തുള്ളവർക്കാണ് ദമു വുജൂബ്, ആർക്കില്ല? നാട്ടുകാർക്കില്ല. അവിടെ എങ്ങനെയാണ് നാട്ടുകാരെ കണക്കൂട്ടിയത്? ഹറം മുതൽക്ക് 2 മർഹല. എവിടെ മുതൽക്കല്ല? എന്താ കാരണം? ദഫ്അനിൽ മശഖത്തി ഫീഹിമാ, രണ്ടിടത്തും മശഖത്ത് നീക്കി കൊടുക്കാൻ വേണ്ടി. ഇവൻ്റെയും ഹറമിൻ്റെയും ഇബ്തിദാഇൻ്റെ ഇടയിലും 2 മർഹല ഉണ്ടെങ്കിൽ വാഹനം വേണം, അല്ലെങ്കിൽ വാഹനം വേണ്ട എന്ന് പറയുമ്പോൾ ഇവൻ്റെയും ഹറമിൻ്റെ ഇബ്തിദാഇൻ്റെ ഇടയിൽ 1.5 മർഹല ഉണ്ട്. എന്നാൽ പോകൽ വുജൂബാണ് വണ്ടി ഇല്ലെങ്കിൽ എന്നാവൂലേ? മക്കയിലേക്ക് 2 മർഹല ഉണ്ട്. അതുപോലെ ബുദ്ധിമുട്ടാക്കലായില്ലേ? പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇവന് ലാഭം കയറ്റി കൊടുത്തതാണ്. മക്ക വരെ അളവെടുത്തിട്ട് 2 മർഹല പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ആ സഫറിന് വണ്ടി ഉണ്ടെങ്കിലേ പോകണ്ടുള്ളൂ. നേരെ മറിച്ച് കുറേ മുമ്പാണ് ഹറമ് തുടങ്ങുന്നത്. ഹറമിലേക്ക് തന്നെ 2 മർഹല ഉണ്ട്. അത്രയും വലിയ ദൂരമാണെങ്കിലേ വണ്ടി വേണ്ടു എന്നാണോ പറഞ്ഞത്? അപ്പോൾ എനിക്ക് എളുപ്പമാക്കി കൊടുത്തു. മറ്റേതും തന്നെ ടാക്സ് അടക്കുന്ന 2 മർഹലക്കുള്ളിലുള്ളവർ ടാക്സ് അടക്കണമെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് 2 മർഹലയിലുള്ളവർ പലരും ഉണ്ട്. അപ്പം എല്ലാവരും ടാക്സ് അടക്കേണ്ട ആളാവും. ദമ് ഉജൂബാവും. മുത്തമത്തിയാകുന്ന നേരത്തും ഖാനിയാകുന്ന നേരത്തും. നേരെ മറിച്ച് അവരോട് പറയുന്നത് ഹറമിൻ്റെ പുറത്ത് 2 മർഹല, ഹറമിൻ്റെ. അപ്പോൾ കുറേ ആൾക്കാർ കിട്ടും ദമില്ലാണ്ട്. അതുകൊണ്ട് അവിടെയും സൗകര്യം ചെയ്തു കൊടുത്തതാണ്. കണ്ടില്ലേ? വഫീ ഹാദിരിൽ ഹറമി, ഹറമിൻ്റെ ഹാദിറിൽ പരിഗണിക്കപ്പെട്ടു. മിൻഹു, ഹറം മുതൽക്ക്. ദഫ്ആൻ, അത് വഅ്തബറു എന്നതിൻ്റെ ഇല്ലത്ത്. ദഫ്ആൻ ലിൽ മശഖത്തി ഫീഹിമാ, ഇനൊറ്റ ലൈൻ. വലോ ഖദറ അല ഇസ്തിജാരി റാഹിലത്തിൻ, വണ്ടി കിട്ടാനുണ്ട്. ഇല ദൂനി മർഹലത്തൈൻ, അങ്ങനത്തോളം കിട്ടൂല. കുറച്ച് ദൂരം കുറവായിട്ട് 2 മർഹലക്ക് താഴെ വരെ വാഹന സൗകര്യം വേണ്ടത്രയുണ്ട്. വേല മസിയിൽ ബാക്കി കുറച്ച് സ്റ്റെപ്പ് എന്താക്കണം ഇറങ്ങിയിട്ട്. എന്നാ ബുദ്ധിമുട്ടാ? ഇല്ല, അങ്ങനെ ഫില്ലാക്കലില്ല. മക്ക വരെ വണ്ടിയില്ല പോലും. ഇതിൻ്റെ അക്ഷം പിടിച്ചോന്ന് അറിയുന്നുണ്ട്. ഇങ്ങനെ കുറച്ചു നേരം നടന്നാൽ ഹൈവേയിലെത്തിയ വാഹനം മക്ക ശരീഫ് വരെ ഉണ്ട്. ബുദ്ധിമില്ല. കലാമിഹിം അന്നഹു ലാ യൽസമുഹു
അജന്തില്ല ഇല്ല ഇല്ല അങ്ങനെ ഫില്ലിംഗ് ഒന്നും ഇവിടെ നോക്കൂല. വഹുവൽ ഔജബ് ഖിലാഫൻ ലിസർകസി. സർക്കസി ഇമാമിന് മാറ്റമായിട്ട് ഓർ വാദിക്കുന്നുണ്ട്. കുറച്ച് നമ്മളെ വകി ഉത്സാഹിക്കണ്ടേ, കുറച്ച് തടിയാകണ്ടേ. 1.25 മറേല നിങ്ങൾക്ക് വാഹനം തയ്യാറാക്കി തന്ന് ചെറിയ കുറച്ച് നടത്തം തണ്ടൽ വരുന്നുണ്ട്. ഒന്നിക്കൽ ഇബ്തിദായിലല്ലെങ്കിൽ അവസാനത്തിൽ. എന്നാൽ അതിന് ഒരുങ്ങണം എന്നാ അവർ പറയും. കണ്ടാ ലിയന്ന തഹസീല സബബിൽ വുജൂബിലായജിബു. അത് നമ്മളെ തെളിവാ, സർക്കസി ഇമാമിൻ്റെ അല്ല. ഇല്ലാതെ വുജൂബ് തട്ടിപ്പടച്ചുണ്ടാക്കാൻ എന്തില്ല, വുജൂബ് ഇല്ലാതെ അടുത്തെന്തിനാ ഉണ്ടാക്കി തീർക്കുന്നു. വന്ന വുജൂബ് ഉണ്ടെങ്കിൽ നടത്താന്നല്ലാണ്ട്